ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിന് പാദവാർഷിക പരീക്ഷ തജ്വീദുൽ ഖുർആൻ വന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ വായിച്ചുത്തരം മനസ്സിലാക്കാം. എന്താണ്? നഖ്ലിൻ ഖാവിയ എന്നതിലെ തൻവീനിനെ എന്ത് ചെയ്യണം? നഖ്ലിൻ ഖാവിയ എന്നതിൽ തൻവീനിന് ശേഷം ഖ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇൽഹാർ ചെയ്യണം. ഇൽഹാർ. ഇനി ഖുർആൻ പാരായണം അവസാനിച്ചാൽ പറയണം. എന്താണ് പറയേണ്ടത്? സ്വദഖല്ലാഹുൽ അലീം എന്ന് പറയണം. നഅ്ബുദു എന്ന് ഓതിയാൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം. ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 പ്രതിഫലമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നഅ്ബുദു എന്നതിൽ 4 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ നഅ്ബുദു എന്നതിന് 40 പ്രതിഫലം 40 ആണ്. അപ്പോൾ അവിടെ 40 എന്ന് ടിക്ക് ചെയ്യാം. ഇനി ഷദ്ദോട് കൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരമാണ് മീമും നൂനും. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്ത് ഓതണം. ഇവിടെ സാക്കിനായ നൂനിന് ഇൽഹാറിൻ്റെ അക്ഷരം ഏതാണ്? മിൻ ഹസനത്തിൻ എന്ന ഹ വന്നിട്ടുണ്ട്. അതാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നാൽ നൂനിൻ്റെ വിധി. വാവ് ഇദാമും ബിയുന്നയുടെ ഹർഫ്. അപ്പോൾ ഇദാമും ബിയുന്ന. ഖുർആനിൽ നിന്നും ആദ്യം അവതരിച്ച 5 ആയത്തുകളുള്ള സൂറത്ത് ഏതായിരുന്നു? സൂറത്തുൽ അലക്ക്. അലക്കിലേതാണ്. പിന്നെ ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെടാത്തവ. ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെടാത്തത് ജീമു റാഉ ആണ്. ഹംസ, ഹ, ഐന്, ഹ, ഐന്, ഹ. ഇത് ഇൽഹാറിൻ്റെ അക്ഷരം ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ അത് അല്ല, ഇവിടെ ജീമു റാഉ ആണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. ഖുർആൻ ഒരു തവണ മുഴുവനും ഓതി പൂർത്തിയാക്കലാണ് എന്ത്? ഖത്തം. ഖത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരു തവണ മുഴുവനും ഓതി പൂർത്തിയാക്കലാണ് ഖത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഖത്തം എന്നത് ടിക്ക് ചെയ്യാം. ഇനി സാക്കിനായ നൂനിനും തൻവീനുള്ള വിധികൾ എത്രയാണ്? വിധികൾ 5 ആണ്. 5. ഇനി ചേരുംപടി ചേർക്കാനാണ്. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. അപ്പോൾ ഇവിടെ നൂനിന് ശേഷം ഒയിന് വന്ന സി എന്നത് നമുക്ക് അവിടേക്ക് എഴുതാം. മിൻ ഇസ്ലീൻ എന്നത്. ഇനി തൻവീനിനെ ഇൽഹാർ. അപ്പോൾ തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നത് ഉസ്വത്തുൻ ഹസന എന്നത്. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. പിന്നെ ഷദ്ദുള്ള മീമിനെ ഉന്നത്ത് ചെയ്ത്. അപ്പോൾ ഷദ്ദുള്ള മീമുള്ളത് സുമ്മ യുമീത്തുക്കും എന്ന എ ആണ്. അപ്പോൾ അത് എഴുതാം. പിന്നെ സാക്കിനായ നൂനിനെ ഇദാമും ബ്യുന്ന ചെയ്തത്. നൂനിന് ശേഷം ഇദാം ബ്യുന്നയുടെ അക്ഷരമായ ഫമയ്യാമൽ. നൂനിന് ശേഷം യാ വന്നു. അപ്പോൾ അതിന് ബി എഴുതാം. പിന്നെ തൻവീനിനെ ഇദാമും ബ്യുന്ന ചെയ്തതിന് ഉദാഹരണം തൻവീന് ശേഷം യൗമ ഇദിൻ നാളിറ. തൻവീന് ശേഷം നൂന് വന്നു. അപ്പോൾ അതിൻ്റെ ഡിയും നമുക്ക് അവിടെ എഴുതാം. ഇനി ഖുർആനിലേക്ക് വിട്ട ഭാഗമാണ്. ഖുർആനിലേക്ക് പോലും പ്രതിഫലാർഹം. എന്താണ്? നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. പിന്നെ ഖുർആനിൽ ഡാഷ് ആയത്ത് ഓതിയ സുജൂദ് ചെയ്യണം. ഏതായത്താണ്? സജദയുടെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യണം. പിന്നെ യൗമുൻ അസീർ എന്നതിലെ തൻവീന് യൗമുൻ എന്നതിന് ശേഷം അസീർ എന്ന ഐന് വന്നു. അപ്പോൾ അവിടെ ഇൽഹാർ ചെയ്യണം. പിന്നെ കസീബം മഹീല എന്നതിലെ തൻവീനിനെ ബൻ എന്ന തൻവീന് ശേഷം മീം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. ഉന്നത്തോടു കൂടി. അപ്പോൾ അവിടെ ഇദ്ഗാം ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ഗാം ചെയ്യേണ്ടതെന്നാണ് എഴുതേണ്ടത്. ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം. പിന്നെ അടുത്തത് എന്താണ്? മിൻഹു എന്നതിലെ ഡാഷിനെ വെളിവാക്കി ഓതണം. ഏതിനെയാണ്? മിൻഹു എന്നതിൽ വെളിവാക്കേണ്ടത് നൂനിനെയാണ്. ഹ വന്നിട്ടുണ്ട് ശേഷം. അതുകൊണ്ട് നൂനിനെ വെളിവാക്കി ഓതണം. പിന്നെ അടുത്തത് എന്താ? ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നാലുള്ള നിയമം. നൂനിന് ശേഷം വാവ് വന്നാൽ ഇദ്ഗാമും ബ്യുന്ന. തൻവീനിന് ശേഷം ഖാ വന്നാലുള്ള നിയമം ഇൽഹാർ. അലൈഹിം എന്നതിലെ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അലൈഹിം എന്നതിൽ ഹൽക്കിൻ്റെ അക്ഷരം, അതായത് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ തന്നെയാണ് ഐനും ഹാവും ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ ലത്തീഫും ഹബീർ എന്നതിൽ തൻവീനിൻ്റെ വിധി എന്ത്? ഫുൻ എന്ന തൻവീനിന് ശേഷം ഹ വന്നു. അവിടെ ഇൽഹാർ. സാക്കിനായ നൂനിന് ശേഷം മീമ് വന്നാൽ നൂനിൻ്റെ വിധി എന്ത്? മീമ് വന്നാൽ ഇദ്ഗാമും ബ്യുന്ന. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. ഖുർആൻ എന്നാൽ എന്ത്?
നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. എന്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്? തരിമൂക്കിൽ നിന്നുണ്ടാകുന്ന രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത്. അടുത്തത്, ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ 2 എഴുതുക. ഉളൂ ഉണ്ടായിരിക്കുക, കിബിലക്ക് മുന്നിടുക, മിസ്വാക്ക് ചെയ്യുക. നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിന് 2 എഴുതുക. അടുത്തത്, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 നിയമങ്ങൾ ഏതെല്ലാം? ഇൽഹാർ, ഇദാമും ബിഉന്ന, ഇദാമും ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇനി അലീമൻ ഹക്കീമ എന്നതിലെ തൻവീനിനെ വെളിവാക്കി ഓതണം. കാരണം എന്ത്? തൻവീനിന് ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നതിനാൽ എന്നാണ്. അപ്പോൾ അങ്ങനെ എഴുതണമെന്നില്ല. തൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നു എന്നും എഴുതാം കേട്ടോ, മനസ്സിലാക്കാം. പിന്നെന്താണ്? എന്താണ് തൻവീൻ? എഴുത്തിലില്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. ഇദ്ആം എന്ന് പറയുന്നു എന്തിന്? ഒരക്ഷരത്തെ അതിനുശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ശദ്ദ് ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ആം എന്ന് പറയുന്നത്. മസലമ്മ എന്നതിലെ തൻവീനിനെ ഇദാമും ബിഉന്ന ചെയ്ത് ഓതണം. കാരണം എന്ത്? കാരണം എന്താണ്? തൻവീനിന് ശേഷം മീമ് വന്നതിനാൽ, തൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായ മീമ് വന്നതിനാൽ അവിടെ എന്ത് ചെയ്യണം? ഉന്നത്ത് ചെയ്ത് ഓതണം. അതാണ് ഇദാം ബിഉന്ന ചെയ്ത് ഓതണം എന്ന് വന്നത്. അപ്പോൾ ഇത്രയാണ് തജ്വീദിൽ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി എഴുതുക, ഉത്തരങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ സെക്കൻഡ് പാർട്ടിൽ നിന്നും മനസ്സിലാക്കി പഠിക്കുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.